Hello friends, Food4 people പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചെമ്മീൻ കൊണ്ട് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചടപടയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ വേസ്റ്റ് എടുക്കാനായിട്ട് ഇതിന് മുകളിലൊരു വര അങ്ങനെ വരഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളയാം. ഇപ്പോൾ കുടലെടുത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ ക്ലീൻ. കുറേ കാലമായി ചെമ്മീനൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ കിട്ടുന്നത് അതിന് കഴിക്കാൻ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് വെള്ളത്തിയിട്ട് കഴുകിയെടുക്കാം. കുലുക്കി എടുക്കുന്നത് നറുക്കെടുപ്പാ. ഇനി മസാല തയ്യാറാക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്. ഈ നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാല തേച്ച് സെറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിലല്ല ഇവിടെ എടുക്കുന്നത്, വെളിച്ചെണ്ണയാണ്. ഒരു നല്ല മണം കിട്ടും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനിനെ നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെമ്മീനെ ഒന്ന് തിരിച്ചിടാം. നമ്മളിത് അധിക നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അധിക നേരം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കടിച്ചെടുക്കാൻ പറ്റില്ല, ലെതർ പോലെ ടൈറ്റ് ആവും, ടെമ്പറാവും ഇതിൻ്റെ ഇറച്ചി. ഇപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ആവണതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മണം അങ്ങോട്ട് അടിക്കും, ഒരു രക്ഷയില്ല. നമുക്ക് അടുത്ത് ഇട്ട് കുറച്ച് വറുത്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി നമ്മൾ ചെമ്മീൻ റോസ്റ്റ് വന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക്,
ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി കറിവേപ്പിലും കൂടി ഇട്ടാല് ഉഷാറായി. കാണുമ്പോൾ തന്നെ എന്താ ചന്ത. കുഴച്ചാണ് കൊടുക്കുക. ഇനി അല്പം മല്ലിത്തഴയും കൂടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യാം. ചെമ്മീൻ റോസ്റ്റും പൊറാട്ടയും ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമ്മുടെ കാസി മാമിൻ്റെ പൊറോട്ടയാണ്. സോഫ്റ്റ്. പൊറാട്ടയും ചെമ്മീനും ചുരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കും. അടിപൊളി. ഇതിന് ടേസ്റ്റ് കാരണം എനിക്ക് റിവ്യൂ പറയാൻ പറ്റുന്നില്ല, ഞാൻ മറന്നു പറയാൻ. അതിൽ സ്റ്റാർട്ടിങ് ഞാൻ പറയേണ്ടതാണ്. അമ്മാരി ടേസ്റ്റ്. സുൽഫി ഒരു വായ വേണം. സുൽഫി ഭയങ്കര കൺട്രോൾ ചെയ്യാണ്ടിരിക്കുന്നു. സംഭവം അടിപൊളിയുണ്ട്, പക്ഷെ ചെറുതായിട്ട് ഉപ്പ് കൂടിയുണ്ട്. അല്ലേ സുഖല്ലേ? ലേശം. പക്ഷെ അതൊന്നും വിഷയമില്ല. പൊറാട്ട കിട്ടിയ പിന്നെ ഒന്നും നോക്കണ്ട. കഴിക്കാൻ പറ്റുന്നതായാലും കഴിക്കും. റോസ്റ്റ് കലക്കി പോനെ പക്ക. വൃത്തിയാക്കിയിട്ടുണ്ട് പ്ലേറ്റ്. നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. സംഭവം ഇടയിൽ സുൽഫി ഒന്നെടുത്ത് എല്ലാം കഴിച്ചിട്ട് പോയി. അതാണ് പെട്ടെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ കുറേ പേര് നമ്മുടെ കമൻസിൽ ക്യാമറമാൻ എന്ന നമ്മുടെ സുൽഫി എന്ന പേര് അവൻ്റെ. അപ്പോൾ നിങ്ങൾ ക്യാമറമാനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറമാനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഉണ്ട് മുകളിൽ. ഇതാ അവിടെ അല്ലേ, അവിടെ ദം പൊറോട്ട കൊണ്ടൊരു വീടുണ്ട്, അത് കണ്ടാൽ മതി. അതിൽ നിങ്ങൾക്ക് ക്യാമറമാനെ ശരിക്കും കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചടപടയും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.